ACVയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കണിയോർമ്മക്കാലം വിഷു പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് കൂടെയുള്ളത് നടനും സംവിധായകനും ഗായകനും എഴുത്തുകാരനും തുടങ്ങി നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച ബിബിൻ ജോർജ് ആണ്. നമസ്കാരം. പല മേഖലകളുണ്ടെന്ന് ആർക്കെങ്കിലും അത് പോരാണ്ട് ഇപ്പൊ പുതിയൊരു പരിപാടിയോട് തുടങ്ങിയിരിക്കുന്നു. ബിഗ് ബിരിയാണി. എഴുത്തും സിനിമയെന്ന് പോരാഞ്ഞിട്ടാണ് അടുത്ത മറ്റേ ഹോട്ടലും കൂടെ തുടങ്ങി. ഒരു ലൈഫല്ലേ ഉള്ളു കേട്ടാ. അപ്പൊ ആ ഉള്ള ലൈഫില് നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ബിബിയുടെ തുടക്കം പോലെ എനിക്കറിയാം. കാരണം ലക്ഷ്മിക്ക് അറിയാം, ഞങ്ങൾ കലാഭവനിലുള്ള സമയത്ത് ബിബി അന്ന് ഇന്നും ഇപ്പൊ ഈ ആക്റ്റീവ് ഇല്ലേ, എന്താ പറയുക, എന്തിനും ഇടിച്ചു മുന്നിലുണ്ടാവും. ആ മധുരചാരിക്കുന്ന കാലമൊക്കെ ഇപ്പോഴാണ് ഓർക്കുന്നത്. ഞങ്ങളുടെയൊക്കെ അന്ന് എന്റെ കൺമുമ്പിൽ കണ്ട എനിക്ക് ഒന്ന് കലാഭവനിന്ന് നമ്മൾ ജയറാമേട്ടൻ ദിലീപേട്ടൻ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ കലാഭവനിൽ പഠിക്കാൻ ചെല്ലുന്നത്. പക്ഷെ പ്രത്യക്ഷേർ അന്ന് കണ്ട ഒരാളാണ് സിനിമാ നടൻ എന്ന് പറഞ്ഞ് കണ്ടാണ് ജിൻഡോ ചേട്ടനെ. മസനഗുഡി മന്നാടിയാർ എന്ന് പറഞ്ഞ പടം അന്ന് പോസ്റ്റർ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ജിൻഡോ ചേട്ടൻ എന്തൊരു അഭിമാനത്തോടു കൂടിയായിരിക്കും അതിൽ കൂടി നടന്നിട്ടുണ്ടാവുന്നത്. കാരണം കലാഭവന്റെ ആ മതിലിൽ തന്നെ സിനിമാ പോസ്റ്ററിന്റെ പെരുന്നാളായിരുന്നു. അന്ന് ആ പോസ്റ്റർ പൊട്ടിക്കാൻ ഞങ്ങൾ കൂടെ പോയിട്ട് സൈക്കിളോട് ചേട്ടന്മാർ വരും. അപ്പൊ കലാഭവനിൽ നിന്ന് 100 രൂപ അടിച്ചിട്ട് ഞങ്ങള് ചേട്ടാ ഞാൻ അഭിനയിച്ച സിനിമയാണ് പറഞ്ഞിട്ട് ഞങ്ങൾ ആ പോസ്റ്റർ അടിക്കാം. മൈമൺ തിയേറ്റർ പോലെ നോർത്ത് വരെ ഒട്ടിക്കാൻ നടക്കുന്നത് ഭയങ്കര അഭിമാനവും ഇതുപോലെ. ഞാൻ അന്ന് അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ദൈവം എന്നായിരിക്കും നമ്മുടെ ഇതുപോലെയൊക്കെ വരുന്നതെന്ന്. സാധിക്ക് മാത്രമല്ല, ഓൾ വേൾഡ് അറിയുന്ന വലിയ താരമായി മാറി അല്ലേ. അത് മാത്രമല്ല, മിമിക്രിക്കാരെ ജഡ്ജ് ചെയ്യാൻ മിമിക്രിക്കാരെ ജഡ്ജ് ചെയ്യാനല്ല, അത് എന്റെ ഭാഗ്യം കേട്ടാ. ജഡ്ജി എന്നുള്ള വാക്കില്ല അവിടെ. ഞങ്ങൾ 3 പേരും പറയും, പ്രേക്ഷകരെന്ന് പറയുന്നത് പ്രേക്ഷക പ്രതിനിധികൾ. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് പ്രേക്ഷകരെ പോലെ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതേ ഉള്ളൂ അവിടെ. പുതിയൊരു വിഷുക്കാലമായിട്ട് എന്താണ് ഇപ്പൊ ഒരു വിഷുവിന്റെ ഓർമ്മയൊക്കെയാണ്. വിഷു ഓർമ്മക്കാലമാണ്. വിഷു ചേട്ടാ, ഞാൻ കാക്കനാട് നിലമ്പൂരിനോട് എന്ന് പറഞ്ഞൊരു നാട്ടിലാണ് ജീവിച്ചേക്കെ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഞങ്ങൾ മതം ഇത്രയായിട്ട് സെറ്റായിട്ട് ഉണ്ടായിരുന്ന. അപ്പൊ അവിടെ ദിലീപ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്, അവന്റെ വീട്ടിലായിരുന്നു വിഷു. അപ്പൊ ആയിരുന്നു. അപ്പൊ രാവിലെ അവരുടെ വീട്ടിൽ ചെല്ലുക, അവിടെ വിഷു കണി കാണുക. കണ്ണൂർ തന്നെ പോണത്, വീട്ടിൽ നിന്ന് പോണത് ഈ കണി കാണുക, അവരുടെ കൈനീട്ടം വാങ്ങുക. അന്ന് എല്ലാവരുടെയും പല സ്ഥലങ്ങളിൽ നമുക്ക് കൈനീട്ടം കിട്ടി അത്യാവശ്യം കാശുണ്ടാവും കയ്യില്. എവിടെ വിഷുക്കണിക്ക് പോകാൻ ഒറ്റ തോന്നി. കാരണം വിഷുക്കണി കാണുക എന്ന് പറയുന്നത് കണ്ണൊക്കെ പൊത്തി തന്നെയാണ്. കണ്ണു പൊത്തി എന്ന് പറഞ്ഞപ്പോഴാണ്, കണ്ണ് തുറന്നു പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ. എന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ അപ്പൊ ആരൊക്കെ വീട്ടിൽ അമ്മ 2 ചേച്ചിമാർ, 2 പേരെ കല്യാണം കഴിഞ്ഞ്, വൈഫ് കുഞ്ഞ്. കുഞ്ഞിന്റെ പേര് എന്തായാലും ഇപ്പൊ ബിബിനും വിഷ്ണുവും ചേർന്ന് ഒത്തിരി സിനിമകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നോട് പലരും ചോദിക്കും, പല കാര്യങ്ങളും ചോദിക്കും, അവർ പുതിയ സിനിമയും ചെയ്യാറില്ലേ, അവർ പുതിയതിലേക്ക് വരാറില്ല. ഇപ്പൊ വിഷു ആണല്ലോ, നമ്മുടെ ഫെസ്റ്റിവൽ സമയത്താണല്ലോ നിങ്ങളുടെ സിനിമകളൊക്കെ എല്ലാവരും. വിഷുവിന് അവർക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പറയാൻ പറ്റുന്ന പുതിയ നിങ്ങൾ രണ്ടും കൂടെ ചേർന്നിട്ട്. ഞാൻ വിഷ്ണുവും കൂടി ഒരു പരിപാടി എഴുതി കഴിഞ്ഞ് ഇനിയിപ്പോ അത് ഈ കൊല്ലം തട്ടേ കയറും എന്നുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കണം. പുറകെ ഓട്ടത്തിലാണ് അതിന്റെ പുതിയ. അതെ, മറ്റു മാറ്റണം. ഓക്കെ, അപ്പൊ ഈ വിഷുക്കാലത്ത് ഇപ്പൊ സിനിമ കാര്യങ്ങളെല്ലാം വന്നു. എനിക്ക് തോന്നുന്നു ഈ ബിബിന്റെ ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഈ സിനിമ മിമിക്രിക്കാരൻ നാദിഷിന്റെ അടുത്ത് പറഞ്ഞേ, ഞങ്ങളിങ്ങനെ ഒരു ദിവസം യാത്ര ചെയ്യുന്ന സമയത്ത് നാദിഷിക്ക് പറഞ്ഞു, ഞങ്ങളിങ്ങനെ നമ്മുടെ അന്ന് കോഴിക്കോട് പോയി വന്നതിന് ശേഷമുള്ള യാത്രയെ കുറിച്ചും അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. കേരള പറഞ്ഞേക്കാം, ബിബിന്റെ വിദ്യാഭ്യാസം എനിക്ക് അറിയുമെന്ന് ചോദിച്ചു. അവരോട് പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഹിന്ദി അധ്യാപനം അറിയാം. അപ്പൊ ഞാനോട് പറഞ്ഞു നൃത്തി എന്ന് പറഞ്ഞാൽ നൃത്തി പഠിപ്പിക്കാറില്ലാത്തതുകൊണ്ട് നൃത്തിയായിരിക്കും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലൊക്കെ അവര് ഭയങ്കര വിദ്യാഭ്യാസം. ലക്ഷ്മിക്ക് അറിയാം, കാരണം മിമിക്രിക്കാരനെ എല്ലാവരും കളിയാക്കുന്നു, മിമിക്രിക്കാർക്ക് വിദ്യാഭ്യാസം കുറവാണ്. പക്ഷെ ഇതിന്റെ വിദ്യാഭ്യാസം കേട്ടുകഴിഞ്ഞാൽ കിട്ടും. ഞാൻ പറയാൻ തെറ്റി പോകാം. ഞാന് ഹിന്ദിയില് BA, MA, MPhil, B.Ed ഇത് കഴിഞ്ഞാണ്. ഡോക്ടറേറ്റ് അല്ല, MPhil വരെ. ഇത് പഠിച്ച PhD ഞാൻ വെച്ചതാണ്, 2 യാത്രയോളം വെച്ചതാണ്. പിന്നെ നടപടി ആയില്ല, വിഷ്ണുവിന്റെ ഒരു വീഴ്ചയൊക്കെ ആയിട്ട് അങ്ങനെ മാറിപ്പോയി. ഇപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ എറണാകുളത്ത് അങ്കമാലിയിൽ കുറ്റിപ്പുഴ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കുന്നുകര. അവിടെ സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യേണ്ടിയാണ്. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞൊന്നും തീർന്നിട്ടില്ല. സിനിമ ജീവിതത്തിൽ എപ്പോഴും പിന്നെ ഉറപ്പായിട്ടും ഒരു നാഴികക്കല്ല്, മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയുന്ന ആള് നാദിഷ് തന്നെയാണ്. നാദിഷിന്റെ അടുത്ത് ആ നമ്മുടെ കഥ എത്തിയെടുത്താണ് ഇതെല്ലാം മാറുന്നത്. നമ്മുടെ ധോണി എന്ന് പറയുന്ന സിനിമ ആ വലിയപ്പത്തില് ഞങ്ങൾ 2 പേരും
ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനും വിഷ്ണുവും ഒക്കെ ഞങ്ങളെ വെച്ച് തന്നെ അഭിനയിപ്പിക്കാൻ വേണ്ടിട്ട് എഴുതിയ കഥയാണത്. അന്നൊക്കെ നമുക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ നടത്തിയത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തെഴുതിയാലും ഞാനിത് കേട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ എഴുതുന്ന ക്യാരക്ടറുകൾ നിങ്ങൾ അഭിനയിച്ച് കാണിക്കുമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് ഇപ്പോഴും ഓർക്കാല്. കാരണം അങ്ങനെ എഴുതുക എന്ന് പറയുന്ന വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഇവര് ആ ക്യാരക്ടർ ഇപ്പം ധർമ്മേട്ടന്റെ വോയിസ് ഒക്കെ ഇവര് അനുകരിച്ചാണ് എഴുതുന്നത്. സലികുമാർ ഏട്ടൻ അഭിനയിക്കുന്ന ആൾ ഇവർ അനുകരിച്ചിട്ട് എഴുതുന്നു അല്ലേ? അപ്പൊ എന്താ വെച്ചാൽ കറക്റ്റ് തിയേറ്റർ കിട്ടും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ സലീമേട്ടന്റെ ഈ കട്ടപ്പന തിക്രോഷനിൽ ഇങ്ങനെ കട്ടപ്പന ചന്ത പിരിയുന്ന നേരം ഒരു വയർ പൊട്ടിയ ചാളയിൽ പിടിച്ചുകൊണ്ട് ആ പൂച്ച ഓടിയപ്പോൾ ആ പൂച്ച പുറകെ പോടി അതിൽ തിരിച്ചു കിടത്തി ഇക്ലിട്ട് അത് ഈ സാധനം വരെ ഞങ്ങളോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ സലീമേട്ടൻ എന്നോട് ഇത് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞേ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി. അപ്പൊ അതുവരെ കാരണം നമ്മള് ഇവരെ കുഞ്ഞുനാള് പോലെ ആഗ്രഹിച്ച് ആരാധിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ അത്രയും നമ്മള് കഴിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ കറക്റ്റ് കാര്യം. ഈ അപ്പൊ സലീമേട്ടന്റെ അടുത്തോ അല്ലെങ്കിൽ ദിലീപേട്ടന്റെ അടുത്തോ ധർമ്മേട്ടന്റെ അടുത്തൊക്കെ കഥ പറയാൻ ഈസിയാ, നമ്മള് സ്ഥിരം കാണുന്നത്. ഈ DQന്റെ അടുത്തെത്തിപ്പോ എന്താണ് അവസ്ഥ? DQന്റെ അടുത്ത് ഇതൊക്കെ തന്നെയായിരുന്നു. DQന്റെ രസമുള്ള സംഭവം ഉണ്ടായി. ഞങ്ങളുടെ നടക്കാതെ പോയൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നു ലാലേട്ടന്റെ അടുത്ത്. അപ്പൊ അതെന്താന്ന് വെച്ചാല് കൊറോണ ടൈമില് ലാലേട്ടന് വേണ്ടിട്ട് ഒരു പടം എഴുതി ഞാൻ വിഷ്ണു പോയി കേൾപ്പിക്കാണ്. അപ്പൊ പടം തുടക്കം വായിച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി പുള്ളിക്ക് പിടിച്ചിട്ടില്ല. പഴക്കൊണ്ടായിട്ടുള്ളത് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു, വിഷ്ണു അത്ര നേരം വായിച്ചോണ്ടിരുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോഴേ ഞാൻ പറഞ്ഞാ ഞാൻ വായിക്കാന്ന് പറഞ്ഞത് എന്റെ ആഗ്രഹം എന്തായാലും അറിയാമോ, എന്തായാലും നടക്കൂല. മോഹൻലാൽ എന്ന് പറഞ്ഞ വലിയൊരു നടന്റെ മുമ്പിൽ നമ്മുടെ അഭിനയ സ്കില്ല് കാണിക്കാനുള്ള അവസരം ഇന്റർവ്യൂല് വരെ ഞാൻ അതങ്ങ് വായിച്ച് ലാലേട്ടനായിട്ട് വായിച്ച് പുള്ളിയുടെ ചെയ്ത്. കാരണം അതെന്റെ ഒരു സന്തോഷമാണ്. ചിലപ്പോ വേറെ ഒന്നിനും കിട്ടിയില്ലെങ്കിലും പുള്ളിയുടെ മുമ്പിൽ അത് വായിക്കണം. അല്ല ആ പടത്തില് ഇങ്ങനെ ഇപ്പൊ അതിലൊരു ചെറിയൊരു ഇങ്ങനെ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. അപ്പൊ എന്താ പറയുക നമ്മളെ എന്താ എന്നൊക്കെ പറഞ്ഞ ആ ഒരു മോഡൽ കൂടെ. അപ്പൊ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ചിലപ്പോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മളാ വേറൊരാളെ അനുകരിച്ച് കാണുമ്പോഴേ ചിലത് ഭയങ്കര ഓക്വേർഡ് ആയിട്ടും തോന്നും. ചിലത് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടില്ല. അല്ല കേട്ടിരുന്നത് ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും അത് റിജക്റ്റഡ് ആണ്. അത് 100% ഞാനത് ശ്രദ്ധിച്ചില്ല. മമ്മൂക്കയുടെ അടുത്ത് വായിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ അടുത്താണ് മണ്ടൻ പ്രേമത ആദ്യം വായിച്ചത്. അപ്പൊ ആദ്യത്തെ ഈ പ്രശ്നം ഞാൻ ആദ്യം വായിച്ചു തുടങ്ങി. പക്ഷെ ഒരു 5 മിനിറ്റ് വായിച്ചു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് പേടിയായി. എനിക്ക് ഭയന്നിട്ട് ഞാൻ വിഷ്ണുവിനോട് വിഷ്ണു എനിക്ക് മമ്മൂക്കനെന്തോ സ്നേഹം കൂടിയിട്ടാണോ സ്നേഹമുള്ള മനുഷ്യനറിയോ. എനിക്കൊരു ഭാഗ്യമുണ്ട് 17 ദിവസം പുള്ളിയോട് ഭയങ്കര CBI 5-ല് ഭയങ്കര ഇത്രയും ഒരു നല്ല മനുഷ്യനെ ഇവരുടെ പടങ്ങളിൽ വേഷം വരെ മേടിച്ചു. അതെ, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അത് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത നോക്കാൻ പറയുന്നത്. നല്ല മനുഷ്യൻ. അല്ല വെച്ച് കഴിഞ്ഞാൽ കലാകാരന്മാരെ പ്രത്യേകിച്ച് ഈ വളർന്നു വരുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മുടെ പരിപാടിയൊക്കെ നോട്ട് ചെയ്യും, കണ്ടിട്ടുണ്ടാവും. എല്ലാ ചെറിയ ചാനൽ മുതൽ ഇപ്പൊ നമ്മൾ ഈ നടത്തുന്ന ഇന്റർവ്യൂ വരെ നമുക്ക് ഇരുന്നാകണം. അത്രേ ACV-ലൊക്കെ പണ്ട് ജയസൂര്യ ചെയ്തോണ്ടിട്ട് ഫോണിംഗ് പ്രോഗ്രാം ഞാൻ ഫസ്റ്റ് രൗദ്രത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ എന്നോട് നമുക്ക് ഇവരുടെ ഫോണിംഗ് പ്രോഗ്രാം ചെയ്താളല്ലേ പറഞ്ഞത്. അതുവരെ പുള്ളി കാണുന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ. എല്ലാവരും പുള്ളി അതൊന്നാമത് ഇങ്ങനെയുള്ള ആൾക്കാരെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിബി പാട്ട് എഴുതും, പാട്ട് പാടും, സിനിമ സംവിധാനം ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതും, മിമിക്രി ആർട്ടിസ്റ്റാണ്. ആദ്യമായിട്ട് ഇത് മിമിക്രി ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ചെയ്ത് എല്ലാരെയൊക്കെ പോലെ പ്രേംനസീറും കൃഷ്ണകുട്ടിയാരൊക്കെ തന്നെ ഫസ്റ്റ് എവിടെ ചെയ്ത ആദ്യമായിട്ട്? അത് 6ാം ക്ലാസ്സിലായിരുന്നു വെച്ചിട്ട് ഒരു നമ്മുടെ വീടിന്റെ അടുത്തുള്ള യുവതാര ക്ലബ്ബ്. ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ നാടിൽ അവിടെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു യുവതാര ക്ലബ്ബ്. ക്ലബിലായിരുന്നു ആദ്യത്തെ കൂട്ടുകാരൊക്കെ ഇപ്പോഴും ഉണ്ടോ? അന്ന് വിഷ്ണുവിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് ശ്രീനാഥ് എന്ന് പറയുന്ന കോമൺ കൂട്ടുകാരനാണ്. അവനിപ്പോ ഖത്തറില. അവര് ഞങ്ങള് 3 പേരും ഇപ്പോഴും നല്ല കോണ്ടാക്റ്റാണ്. കൂട്ടുകാരൊക്കെ അങ്ങനെ തന്നെ ഉണ്ടെന്ന് ഇപ്പോഴുണ്ട്. എനിക്ക് 1ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർ നല്ല കൂട്ടുകാരാണെങ്കിൽ അവരുണ്ട്.
അല്ലാത്തവര് തന്നെ പൊക്കോളും. നമ്മൾ പറഞ്ഞുവിടണ്ട, അവര് പറഞ്ഞിട്ടുണ്ട്, അവര് തന്നെ 2 ദിവസം വിളിക്കേണ്ടി തന്നെ പൊക്കോളൂ. പൊക്കോളും. ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിബിയുടെ സിനിമകളിലും ഒക്കെ ഈ കൂട്ടുകാരെ എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നല്ലേ. വെടിക്കെട്ടിലാണെങ്കിലും നിങ്ങൾ ചെയ്ത ഡയറക്ട് ചെയ്ത സിനിമയിൽ ഒത്തിരി ഇതുവരെ ഇങ്ങനെ നമ്മള് വന്നതിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നവരെയും കൂടി നമ്മള് പരമാവധി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മിമിക്രിക്കാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് വെടിക്കെട്ടില് 65 മുകളിൽ മിമിക്രി അടിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ മായയുടെ പരിപാടിക്ക് പറഞ്ഞു മിമിക്രി ഉണ്ടായില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതെന്താ സംബന്ധം വെച്ചാല് മിമിക്രിയില് മെയിൻ സ്ട്രീമിൽ എല്ലാ മിമിക്രിക്കാരും രാജേഷ് കടവന്ത്ര അവര് രാജേഷൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ബിബി താടി വെക്കണം, നിങ്ങൾ താടി വെക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ള സിനിമകൾ പ്രോഗ്രാമിലൊക്കെ താടി വളർത്തി അച്ഛൻ്റെ ചേട്ടാ ഇങ്ങനെ വന്നാലും ഇപ്പൊ എല്ലാവരും എന്നെ അറിയുള്ളൂ. വെടിക്കെട്ടില്ല രാജേഷ് കടവന്ത്ര എന്ന് പറഞ്ഞ് അവിടെ കുറെ കാലം താടി വെച്ചാൽ തെറ്റില്ല അംഗീകാരമാണ്. പിന്നെ രാധാകൃഷ്ണൻ ചേട്ടൻ പിന്നെ അതിലാരും കോമഡി ചെയ്തവരാരും മിമിക്രിക്കാരും കോമഡി ചെയ്യിപ്പിച്ചിട്ടില്ല. എല്ലാം സീരിയസ് വേഷം. വെടിക്കെട്ട് കണ്ടായിരുന്നോ? വെടിക്കെട്ട് കണ്ടിട്ടില്ല. ശിവദാസ് മാറമ്പള്ളിയുടെ ക്യാരക്ടർ ശിവദാസ് ശരിക്കും വില്ലൻ നെഗറ്റീവ് ടൈപ്പിലേക്ക് മലയാള സിനിമയ്ക്ക് വരേണ്ട ഒരാളാണ്. ആ പേരുകൊണ്ട് അത് ആർട്ടിസ്റ്റുകൾ ഈ വാഴയിലൊക്കെ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ ഞാൻ എപ്പോഴായിരിക്കും ഭയങ്കര ഇവരെല്ലാം നമ്മൾ ഭയങ്കര ടാലന്റഡ് ആണ്. ഇപ്പൊ വിനോദേട്ടനാണെങ്കിലും മറ്റേ കണ്ണച്ചേട്ടനാണെങ്കിലും വാഴയിൽ ബിജുക്കുട്ടേട്ടൻ ടാലന്റഡ് ആണ്. മിമിക്രിക്കാരെല്ലാം ടാലന്റഡ് ആണ്. മുട്ടാൻ പറ്റില്ല നമ്മളായിട്ട് ഉറപ്പായിട്ടും. പക്ഷെ കറക്റ്റ് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ശരിക്കും ഈ വാഴയിലൊക്കെ പോലെ തന്നെ ആ വെടിക്കെട്ട് അന്ന് ആ രീതിയിൽ ഇപ്പൊ കിട്ടുന്ന ഒരു സ്വീകാര്യത വെടിക്കെട്ട് അത് അന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ദൂരാണ്. പുതിയ സിനിമ ഹീറോ ആയിട്ട് ഇപ്പൊ ഇപ്പൊ 2 പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിൽ കഴിയുമ്പോഴേക്കും ഷൂട്ട് തുടങ്ങുമായിരിക്കും. അതിലും നമ്മുടെ എനിക്ക് തോന്നുന്നു ബിബി അഭിനയിക്കുന്ന പടങ്ങളിലാണെങ്കിൽ പോലും ബിബി പറയും നമ്മുടെ ആൾക്കാരെ ഇറക്കുന്നുണ്ട്. അതിന് പറയാനുള്ളതാണ് അടുത്ത പടത്തിൽ ഞാൻ പറഞ്ഞിട്ട് പിന്നെ പടം കിട്ടിയിട്ടല്ലോ. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലായി. ഇവിടെ എനിക്ക് തോന്നുന്നു ശരിക്കും ഇപ്പൊ നമ്മൾ സിനിമ ഇപ്പൊ കണ്ടു, മിമിക്രി കണ്ടു, അങ്ങനെ ഒത്തിരി ഇത് കണ്ടു. ഈ ബിസിനസ്സിലേക്ക് ഇങ്ങനെ മാറാനുള്ള കാരണം അങ്ങനെ ഒരു ഇതൊരു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാ. എല്ലാരും ചോദിച്ചേ കുറെ റിവ്യൂ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങളുടെ സെറ്റപ്പിലുള്ള ബിരിയാണി കട അല്ലല്ലോ, ഇത് ചെറിയ കടയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചൂടാണോ മറ്റോ പറയാം. ഞാൻ സത്യത്തിൽ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ ചെറിയൊരു കുഞ്ഞി പരിപാടി, അത് വലിയ പരിപാടിയിലേക്ക് ആവുമ്പോ നമുക്ക് വലിയ സിറ്റിയിട്ട് മേസി പരിപാടിയൊക്കെ ചെയ്യാം. ഞാൻ താഹ, കരീംക, പിന്നെ ഷിബിച്ചേട്ടൻ, ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയതാണ്. ചീഫ് കുക്കുകളും ചീഫ് പാർട്ട്നേഴ്സും എല്ലാരെയും വിളിക്കാം. അമ്മ ഇവിടെ ഓടി നടക്കുന്നുണ്ടല്ലോ. അമ്മ ഇവിടെ ഓടി നടക്കുന്നുണ്ട്. വാ കരീംക, ഇതാണ് ഒരു പാർട്ണർ അല്ലേ? ഒരു പാർട്ട്ണർ താഹ, ഇത് കരീംക. താഹൊക്കെയാണ് ഞാൻ ആഷിഖയുടെ കൂടെ വർഷങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കുന്നല്ലേ. ചിലപ്പോ ഞാൻ കണ്ടു കണ്ടോ നിങ്ങള്? ഉറപ്പായിട്ടും. ആകെ പക്ഷെ എല്ലാത്തിനും ആക്റ്റീവാണ്, ഭയങ്കര ആക്റ്റീവ്. ബിരിയാണിയാണ് ഇവിടെ നമുക്ക് ടേസ്റ്റ് ചിക്കൻ എടുക്കാം. നമ്മുടെ കുക്കിനെയും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക്. എല്ലാരും വിളിച്ചോ. നമ്മുടെ ഇപ്പൊ എന്തൊക്കെ ബിരിയാണികളൊക്കെ നമുക്ക് നിലവില് ബീഫ്, കുട്ടൻ, ചിക്കൻ. കുട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞ കിടാവാണ്, ചെറിയ കിടാവ്. നമ്മള് ബിരിയാണി കഴിക്കുമെന്നോ ചോദ്യം വേണോ? പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ബിരിയാണിയാണ്. സംഭവം പരീക്ഷിച്ചിട്ടില്ല. അത് കുട്ടൻ ബിരിയാണി, കിടാവ്. ഇന്ന് കുട്ടനുണ്ടാ? വേണ്ട, ഞാനത് കഴിക്കില്ല കേട്ടോ. എനിക്കത് ഇതാണ് ബിബിയുടെ ബിഗ് ബിരിയാണി. ഇത് മുപ്പത്തിടത്താണ് ഇതിന്റെ ഷോപ്പ്. ഞങ്ങളിന്ന് ശരിക്കും പറഞ്ഞ ബിബി ഇന്നിപ്പോ നമുക്ക് വിഷു ആണെങ്കിലും വിഷുവിന് വല്ല വിഷു ബിരിയാണി ഉണ്ടാവും. അല്ല, നമ്മള് തലശ്ശേരി മലബാറിലെ ആൾക്കാരുള്ളത്. മലബാർ ആൾക്കാർ കല്യാണത്തിനും ബിരിയാണി ആയിരിക്കും, ഓണത്തിന് സദ്യ ചിക്കൻ ആയിരിക്കും, നോൺ വെജ് കഴിക്കും. ഇതാണ് സ്പെഷ്യൽ ഇവിടുത്തെ. ഷെഫിനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വേറെ ഹോട്ടലുകാർ കൊത്തിക്കൊണ്ട് പോകും. എന്നാലും ഞാൻ കാണിക്കാണ്, റിസ്ക് ആണ്, അയാൾ പോകില്ല എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കണേ നമ്മള്. എന്താ പേര്? നിഹാദ്. തലശ്ശേരിക്കാരാണോ? കോഴിക്കോട് എവിടെ? ആണോ? ഞാൻ കോഴിക്കോടാ, താമരശ്ശേരി. ഞാൻ കൊടുവള്ളി, താമരശ്ശേരി.
ആണല്ലേ? ബിബിയാണല്ലേ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയപ്പോൾ ബിബിയാനോട് പറഞ്ഞു ഫുഡ് അടിപൊളിയാണ്, നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫാമിലിയായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കഴിച്ചവരൊക്കെ എല്ലാവരും നല്ലതാണ്, പോരുത് കേട്ടോ, പോകുന്നുള്ള പേടിയിലൊന്നും നിൽക്കുക. അല്ല ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇത് നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്തേക്കണം. ഇതിന്റെ വളർച്ച എങ്ങനെയാണോ എന്താണോ അത് തന്നെ നിങ്ങൾക്കും. അതെ അതെ, നമ്മുടെ രീതി പുള്ളി അതെയാ. അല്ല പുള്ളിക്ക് അറിയില്ല, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ല ബിബി എന്ന് പറഞ്ഞാൽ നിന്നത് നമ്മളൊക്കെ ഇപ്പൊ ഞങ്ങളിവിടെ വരാനുള്ള കാരണം ബിബിയോടുള്ള ഇഷ്ടം. കാരണം നമ്മുടെ ഫാമിലി അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയത്തില്ലേ, കാരണം ഒരു കുടുംബമാണ്, നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു, ഒരു ജോലിയും വേണ്ട. മനസ്സിലായി, അങ്ങനെ കുഴപ്പമില്ല. പിന്നെ അതായത് ആഹമുതലാളി ഇപ്പൊ ഉണ്ട്. സന്തോഷം, കഴിക്കട്ടെ, കഴിച്ചിട്ട് പറയാം. ഇപ്പൊ ചോദ്യമൊക്കെ മറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല. നമ്മളിപ്പോ വിഷു ആയതുകൊണ്ട് ബിബിയുടെ കുറച്ച് വിശേഷങ്ങൾ, പുതിയൊരു സംരംഭത്തിന്റെ വിശേഷങ്ങൾ, സിനിമ കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഈ ഒരു സമയത്ത് ഒരു പാട്ട് കേട്ടാൽ നല്ലതായിരിക്കും. അല്ല ചൂടത്ത് ബിരിയാണിയുടെ ഇടയ്ക്ക് ബിരിയാണി കഴിക്കുന്നതിനുണ്ട്. എനിക്ക് തോന്നുന്നു ബിബി പാടിയാണ് ഹിറ്റ് പാട്ടുണ്ട്, അറിയാമോ? അതാണ് എനിക്ക് വേണ്ടി അത് പാടും, പക്ഷെ തീരുന്നതിനും പാടിത്തരും. അത് പാടിത്തരും. അതെ, ഞാൻ കട്ട് ചെയ്തെങ്കിലും ഇല്ല. ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുടെ പാട്ട് പാടാം. മനുഷ്യന്റെ പക്ഷെ എല്ലാരും പാടാത്തൊരു പാട്ട് പാടാം. ഓടും വേനലിൽ ചെടികൾ പോലെ ഞാനും കിനാവുകളും, ഓ ഞാനും കിനാവുകളും ഒരിക്കൽ പൂക്കും ഒരിക്കൽ വാടും, ഒരിക്കൽ പൂക്കും ഒരിക്കൽ വാടും, ചിലപ്പോൾ മണ്ണടിയും കാറ്റേ അതു കണ്ടു നീ ചിരിക്കും. നെഞ്ചൊടുക്കിൻ്റെ കാളത്തുടിപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ. സുഖത്തിലല്ല ദുഃഖത്തിലല്ലോ കാറ്റേ നിന്റെ മണിക്കിലുക്കം, കാറ്റേ നിന്റെ മണിക്കിലുക്കം. ആ മനുഷ്യനത് വേറെ ലെവല് ആളാണ്. കഴിച്ചോക്കെ, ടേസ്റ്റ് ഒക്കെ. ഇനി നമുക്ക് ബിരിയാണി ഞാനിങ്ങനെ സ്പൂൺ കൊണ്ടൊന്നുമില്ല, ഞാൻ കൈയിട്ട് മസാല പിടിക്കണം. അങ്ങനെ തന്നെയാണ് ഞാൻ കൈ കൊണ്ട് കഴിച്ചോ, കുഴപ്പമില്ല. ഞാൻ ഇളക്കി കഴിച്ചോ, ധൈര്യമായിട്ട് കഴിച്ചോ, കഴിക്കേ, എങ്ങനെ ഇളക്കിയിട്ട് കഴിച്ചോ, ഞാൻ കഴിച്ചോളൂ. മസാല പിടിച്ച് കഴിക്കാ, കഴിക്കേ. അയ്യോടാ, വേദന എടുക്കും ബിരിയാണിക്ക്. അത് ഭയങ്കര ഓവർ. ഇത് ബീറ്റ്റൂട്ട് അല്ലേ? അത് കഴിച്ചു, അത് വേറെ ടൈപ്പ് സാധനമാണ്. അത് ഇതാണ് ഞാൻ ഇതിനകത്ത് റിവ്യൂസ് പറയുന്നത്. പിക്കിളതാണ്. മിക്സ് ചെയ്ത് കഴിക്കണം. സൂപ്പർ. അത് കഴിച്ചോ, ഞാൻ അത് കഴിഞ്ഞിട്ട് കഴിക്കുന്നുള്ളൂ. കഴിച്ചോ? അതിങ്ങനെയാണല്ലോ. അപ്പൊ അതിന്റെ ബിരിയാണി പീസ് എടുക്കും. അല്ല, അത് കഴിഞ്ഞ് ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ ബാലൻസ്. ശരിക്കും ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ റൈസ് കഴിക്കും. അപ്പൊ അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെങ്കിൽ വർക്കാണ്. കാരണം ഗ്രേവി കൂട്ടി കഴിക്കുമ്പോ എല്ലാത്തിന്റെ ഒപ്പം മിക്സ് ആവും. പക്ഷെ വിഷുവിന്റെ അന്ന് ബിരിയാണി കഴിച്ചു അതിന്റെ അടി വന്നിട്ട് എഴുതാതിരിക്കണ്ട. സദ്യ കഴിക്കേണ്ട ആൾക്കാർ വിഷുവിന് വേണ്ട വെജിറ്റബിൾസും ഉണ്ട്, നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെജിറ്റബിൾസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, ബിബിയുടെ അവിടെ നിന്ന് വിഷുവിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആകുമ്പോൾ ഇവിടെ ബിരിയാണിയാണ് ബിബി കൊടുക്കുന്നത്. അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് വന്ന് കഴിക്കാട്ടോ. അപ്പൊ നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ബന്ധപ്പെട്ടാൽ ബിബി ഒരു വേണ്ട ഡിസ്കൗണ്ടൊക്കെ തരും. വളരെ സന്തോഷം ബിബിയൻ. ഇനിയിപ്പോ എന്താണ് മുൻ ഫ്യൂച്ചർ പ്ലാനുകൾ? ഇന്നേട്ടാ എഴുത്ത് സിനിമയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് അത് തന്നെ പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് പ്രയോറിറ്റി ഉള്ളൂ എനിക്ക്. ഈ ഇതിന്റെ ബ്രാഞ്ചുകൾ കൊടുക്കാനുള്ള താല്പര്യങ്ങൾ ചൂണ്ടിൽ ഇപ്പോൾ പുതിയ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ബ്രാൻഡായിട്ട് അത്രയും നല്ല ടീമൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. അതായത് ഇവിടെ തന്നെ ക്ലൗഡ് കിച്ചനായിട്ട് നമ്മളവിടെ എത്തിച്ചു കൊടുക്കും, നമ്മുടെ ബ്രാൻഡ് വെക്കുക. അങ്ങനെ കൊടുക്കാം. അത് തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ടേസ്റ്റ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. മറ്റുള്ളവർ നമ്മുടെ ബ്രാൻഡഡ് ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അവരുടെ കിച്ചണിൽ നിന്ന് നമ്മുടെ കിച്ചണിൽ നിന്ന് മെയിൻ ആയിട്ട് ആക്കിയിട്ട് നേരെ കൊണ്ട് കൊടുക്കാം. ഇനി എനിക്ക് തോന്നുന്നു നമ്മുടെ വിഷു ആണ്. വിഷുവിന് നമ്മൾ ബിരിയാണി കൊടുത്ത ആൾക്കാരാണ്, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് വിഷുവിന് പാട്ട് കൊടുത്താൽ ഒരു കാര്യം. വിഷുവിന് ഏത് പാട്ടാണ്? ഒരു പാട്ട് പറ. വിഷുവിന് ഓണത്തിന് പറ്റിയ ഒരു പാട്ട് പാടിയല്ലോ. ഓണത്തിന് പറ്റിയ പാട്ടാ? വിഷുവിന് ഓണത്തിന് പറ്റിയ പാട്ട്. വിഷു വെച്ചിട്ട് ഏത് പാട്ട്? വിഷുപ്പാട്ട്.
കണി കാണും നേരം കമല നീത്രന്റെ വീഴും കുരിശാത്തി കനകക്കിങ്ങിനി മറ്റു പാട്ട് കേൾക്കണ് നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിതിൽ നടുവിൽ ഞാൻ ഈ നരക ആ പാട്ട് മാറിപ്പോയി. നേരെ മാറ്റി പിടിക്കാം. നമ്മുടെ മാസ്റ്റർ പീസ് അതൊന്നല്ല, മാർഗംകളി എന്ന് പറഞ്ഞ പടത്തില് സിനിമ ആണത്. സിനിമ കുറച്ച് കാണണം. ഒന്നും അറിയുമ്പോ എന്നെ മനസ്സിലായിട്ടില്ല. ശരിക്കും ഇപ്പൊ ആരെ നമ്മൾ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു എല്ലാ സിനിമയും കൂടെ കാണാനുള്ള സമയം കിട്ടിയില്ല. അയ്യോ, അടുത്തവണ കണ്ടിട്ട് വന്നിരിക്കുമല്ലോ, 3 തവണ വെച്ച് കാണും ഇമ്പോസിഷൻ. ശരി ആയിക്കോട്ടെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ ബിബിന്റെ ഏറ്റവും ഹിറ്റായ ഒരു പടമാണ് മാർഗംകളി എന്ന് പറഞ്ഞത്. അതിൽ ബിബി തന്നെ നല്ലൊരു പാട്ട് പാടിയാണ്, ഭയങ്കര വൈറലായ പാട്ട്. ഓരോ കോളേജിലും സ്കൂളിലും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോഴാണ് പാട്ടിന്റെ ഒരു ആൾക്കാരെ ഏറ്റെടുത്തേക്കെന്നൊക്കെ അറിയാൻ പറ്റിയത്. അപ്പൊ ഞങ്ങൾ പോയപ്പോ എന്തോരം ആൾക്കാരെ ചോദിക്കുന്നത് ബിബി ആ പാട്ട്. കാത്തു നിന്ന ഈ മരത്തണലിൽ നനവാർന്നയോർമ്മ പൂക്കൾ തന്നവളേ, പെയ്തൊഴിഞ്ഞ പൂനിലാമഴയിൽ നിറമൗനമോടെ നടന്നകന്നവളേ, നീ മറന്നു എൻ്റെ ആത്മനമ്പരം, നീ മറന്നു എന്നെ, നീ മറന്നു, നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോൾ നീ എനിക്കായി കാത്തു നിന്നില്ലേ. ഇത് എഴുതിയത് എബിൻ രാജ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്നു. പുള്ളിയപ്പോൾ NSSന്റെ ക്യാമ്പിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ വെറുതെ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. അത് അന്ന് ഞാൻ നോട്ട് ചെയ്തായിരുന്നു. ഞാനിത് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നായകനോടെ പാടത്തിൽ ഞാൻ അന്നേ പ്ലാൻ ചെയ്തു. ഇത് ഷൂട്ട് ചെയ്ത മഹാരാജിലെ ഈ പാട്ട്. എഴുതിയത് കൂട്ടുകാരൻ മഹാരാജ് പാടിയ പാട്ട് അവിടെ തന്നെ വിഷ്വൽ ചെയ്തു. എന്തായാലും നമുക്ക് നമ്മുടെ വിഷുവിന്റെ ഓർമ്മകൾ കുറച്ച്, വിഷുവിന്റെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സിനിമാ ജീവിതം, നമ്മുടെ ഈ ഓർമ്മകളൊക്കെ നമ്മൾ വീട് കുറച്ച് അറിഞ്ഞു. ഇനിയും വീടിന് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ലക്ഷ്മി, അപ്പൊ നമ്മൾ ഇന്ന് ബിബിന്റെ വിശേഷങ്ങൾ അറിഞ്ഞു. അതുപോലെ നമ്മുടെ ബിബിൻ ജോർജ് എന്ന താരം ഒരുക്കിയ ഈ ബിഗ് ബിരിയാണി എന്ന ഷോപ്പ് കണ്ടു. എന്ത് തോന്നുന്നു ലക്ഷ്മിക്ക്? സൂപ്പർ. പ്രത്യേകിച്ച് ഒരു എന്താ പറയാ, മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ബിരിയാണി അതിലും സൂപ്പർ. എനിക്ക് അതറിഞ്ഞാൽ മതി, മൾട്ടി ടാലന്റ് അവിടെ ഉണ്ട്, ബിരിയാണി ഒക്കെ അറിയാനാ. അപ്പോൾ എന്തായാലും ബിബിയുടെ ഷോപ്പും കണ്ടു, അതിൻ്റെ വിശേഷങ്ങൾ കണ്ടു, വിഷുവിൻ്റെ കുറേ വിശേഷങ്ങളുണ്ട്, സിനിമാ വിശേഷങ്ങളുണ്ട്. തൽക്കാലം നമ്മൾ ബിബിയിൽ നിന്ന് നമ്മൾ യാത്രയാകുകയാണ്. എന്തായാലും ഈ ഓർമ്മ വിഷുക്കാലം ബിബിയുടെ കുറേ ഓർമ്മകൾ പങ്കുവെച്ചു. താങ്ക് യു ബിബി. താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് എന്താണ്, ACVയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്ത് പറയുന്നത്? ഒന്നുമില്ല, ACV എന്ന് പറയുന്ന ചാനലിൽ ഒരുപാട് പ്രതിഭാധനരായ ആളുകളെ സമ്മാനിച്ച ചാനലാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആദ്യമൊരു കേബിൾ കണക്ഷൻ കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ പരിപാടി കണ്ടിരുന്നത് ACVയിൽ ജയസൂര്യയുടെ പരിപാടിയായിരുന്നു. പിന്നെ അതിന് ശേഷം ചേട്ടനെ കണ്ടു. അങ്ങനെ പക്ഷെ അന്ന് നമുക്കൊരു നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ഏത് അതിലൊരു ലൈവ് ചെയ്യണം. കാരണം അപ്പോഴും സിനിമയിലേക്ക് പോകാൻ വേണ്ടിയുള്ള വഴിയുള്ള നോക്കാം. ACV പണ്ട് കലാഭവൻ സത്യം ആ ഒരു മൂഡിലാണ്. ACV ലൈവ് ചെയ്ത് വിനയൻ സാറ് കാണും, രഞ്ജിപ്പണിക്കർ സാറ് കാണും, സിനിമയ്ക്ക് വിളിക്കും. ഇതൊക്കെയാണ് പ്രതീക്ഷ. അപ്പൊ എന്തായാലും ഏഷ്യനെറ്റ് കേബിൾ വിഷന്റെ ചാനൽ എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. അപ്പോൾ ഞങ്ങളുടെയും വിഷുദിന ആശംസകൾ. അപ്പോൾ പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.